ഫെയിം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഫെയിമിന്റെ എക്സ്ട്രീം ഫെയിം, കാരണം കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ഒരു 2-3 മാസം വരെ ഇതിന്റെ എന്തുണ്ടാവും, ഇതിന്റെ ഹൈപ്പ് ഉണ്ടാവും. അപ്പൊ എനിക്കത് മാക്സിമം ഒരു 1 year വരെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അതുവേണ്ടി പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്നതിൽ, ഈ വന്നതിൽ മെജോറിറ്റി ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ഒരു 95% ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. പലരും പൊടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരും പറയും ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആളിനെയൊക്കെ വേണമെന്ന് ചോദിക്കാറുണ്ട്. പൊടി ഭയങ്കര പാവമാണ്. അപ്പൊ പൊടിക്ക് ഇപ്പൊ ഞാനില്ലെങ്കിലും 10,000 ചെക്കന്മാരെ കിട്ടും മനസ്സിലായി കല്യാണം കഴിക്കാൻ. എനിക്കൊന്ന് 2023 ഏറ്റവും കൂടുതൽ ട്രോളിൽ നിന്ന ഒരാളാണ് ഞാൻ. 24 ഞാനില്ല, ഒരു ട്രോളിൽ ഞാനില്ല. എന്തുകൊണ്ടില്ല? പലരും എന്റെ മൂവി ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി കളവനായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മൂവിക്ക് കളവനാവണമെന്നില്ല, കളവനാവുന്ന വേഷമെങ്കിലും ഞാൻ ചെയ്യും. അല്ല, എനിക്ക് ആക്ച്വലി ദിൽഷയായിട്ട് കോണ്ടാക്ട് ഇല്ല. ബ്ലെസ്ലീനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റൂഡാണെന്നൊക്കെ പലരും, അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ ആരും കാണാത്ത ഒരു പൊടിയെ എനിക്കറിയാം. അപ്പൊ ആ പൊടിയെ കുറച്ചാണ് ഞാൻ ആ വീഡിയോസിൽ കാണിച്ചത്. പുള്ളിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മഞ്ഞില് മാക്സിമം അത് എൻജോയ് ചെയ്തായിരുന്നു. ഒരു കൊച്ചു കുട്ടിയെ കണക്കായിരുന്നു ആക്ച്വലി പുള്ളിക്ക് ഓടി നടക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പലരും ചോദിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ കുറച്ച് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അഗ്രസീവ് ആയിരുന്നുള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് റിയാക്ട് ചെയ്യും. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരുടെങ്കിലും കൂടെ ഈ വീഡിയോസ് കാണുമ്പോഴേ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ന്യൂമോണിയ വന്നു. കാരണം കോവിഡ് വന്നതിന് ശേഷം എന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം വഴി പോണ എല്ലാ അസുഖങ്ങളും കിട്ടാറുണ്ട്. എന്റെ കഫത്തിൽ ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ്. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സർപ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് നാളായി ഞങ്ങൾ കണ്ടിട്ട്, അതായത് ഒരു ഇന്റർവ്യൂ ആയിട്ട് കണ്ടിട്ട്. ഡോക്ടർ റോബിൻ, സ്വാഗതം. താങ്ക് യു സോ മച്ച് സൈന. സോ എന്താ പറയാ, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കളി കണ്ട് മാറിയിരിക്കായിരുന്നു. അതെ ചേട്ടാ, ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇപ്പൊ എനിക്കൊന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് കുറെ നാളെ, മാസങ്ങളായി. എനിക്കൊന്ന് മോർ ദാൻ ഒരു 6 months കൂടുതലായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പ്ലാൻഡ് അല്ല, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. സോ എന്തായാലും ഇന്ന് ആക്ച്വലി ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ബിഗ് ബോസിലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ട് നമ്മളൊരു ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ. സോ ഇവരെല്ലാവരും പലരെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ലൈക്ക് അങ്ങനെ അധികം ആരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി. സോ ഇവരെല്ലാരെയും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്റെ സീസൺ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഓരോ സീസണിലും ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. പിന്നെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. നമുക്ക് നേരിട്ട്, അതായത് റോബിൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. എപ്പോഴും ഇപ്പം റീൽസ് ആണ് ഞങ്ങൾ കൂടുതൽ കാണുക. അത് ഏറ്റവും കൂടുതൽ കണ്ടത് ഹണിമൂൺ പീരീഡിലുള്ള റീൽസ് ആണ്. അതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ മഞ്ഞി കളിക്കുമ്പോ, ഓരോ സ്ഥലത്ത് പോകുമ്പോ ഞങ്ങൾ വന്ന പോലെ ശരിക്കും. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്കാലം മുതലേ എനിക്ക് കല്യാണം കഴിഞ്ഞ ഹണിമൂൺ, ഞാൻ അങ്ങനെ അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ഒരാളല്ല. അപ്പൊ എനിക്ക് കിട്ടിയ പാർട്ണർ ആണെങ്കിലും എന്റെ വൈഫ് ആണെങ്കിലും പുള്ളിക്കാരി അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മുന്നേക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്കിങ്ങനെ 1 രൂപ ചെലവില്ലാതെ നമ്മളെ ട്രാവലും അക്കോമഡേഷനും എല്ലാം കൂടെ ആരെങ്കിലൊക്കെ നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട്. ഇന്ന് ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുന്നേ. അത് സത്യം പറയാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കുക. 2 വർഷത്തേക്ക് 27+ കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്ന ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൽ ഓൾറെഡി ഒരു കൺട്രി കഴിഞ്ഞു, നമ്മുടെ ഏതാണ്, അസർബൈജാൻ. അത് കഴിഞ്ഞ മാസം ആക്ച്വലി 13-ാം തീയതി, അന്ന് മാർച്ച് 13-ാം തീയതി ഞങ്ങൾക്ക് ബാലി പോകാനുള്ള ടിക്കറ്റും എല്ലാം എടുത്തതാ. എനിക്ക് ന്യൂമോണിയ വന്നു. കാരണം കോവിഡ് വന്നതിന് ശേഷം എന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം വഴി പോണ എല്ലാ അസുഖങ്ങളും കിട്ടാറുണ്ട്. അത് മെഡിക്കേഷൻ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി അത് എന്ത് ചെയ്യും, വീണ്ടും അത് വേഴ്സൺ ചെയ്യാറുണ്ട്. അങ്ങനെ എന്റെ കഫത്തിൽ ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് പിന്നെ 2021 ജനുവരി 1 ഞാൻ ന്യൂമോണിയ വന്നു. കാരണം കോവിഡ് വന്നതിന് ശേഷം എന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം വഴി പോണ എല്ലാ അസുഖങ്ങളും കിട്ടാറുണ്ട്. അത് മെഡിക്കേഷൻ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി അത് എന്ത് ചെയ്യും, വീണ്ടും അത് വേഴ്സൺ ചെയ്യാറുണ്ട്. അങ്ങനെ എന്റെ കഫത്തിൽ ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് പിന്നെ
ഹോസ്പിറ്റലൊക്കെ പോയി ബ്ലഡ് റൂട്ടീൻസും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പം എനിക്ക് ന്യൂമോണിയയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ലൈക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പ്ലാൻ എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു എൻ്റെ ഒരു ഫോട്ടോ പോലും പബ്ലിക്കലി സ്റ്റോറി ആയിട്ട് ഇടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി 13-ാം തീയതി പോകുന്നെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ വയ്യാണ്ടാവുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇനിയിപ്പോൾ വെറുതെ കഥ ഉണ്ടാക്കും, ഇവർക്ക് ഇനി അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ളത്. ഈ മാർച്ച് 13-ാം തീയതി അന്നാണ് തിരിച്ച് വീണ്ടും ടിക്കറ്റ് ഇത് എടുത്തിരിക്കുന്നത്, റീസ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ മെയ് 13-ാം തീയതി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് താങ്ക് യു ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ്. എന്നെ ഞങ്ങൾ രണ്ടുപേരും സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് ആണ്. സോ അവരെന്തായാലും പറയണം, കാരണം ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യത്തില്ല. പിന്നെ പലർക്കും ചില എന്താ പറയുക കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, നമ്മളെന്താ 2 വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹണിമൂൺ പോയിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് 2 വർഷത്തേക്ക് 27+ കൺട്രീസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതാ. പിന്നെ അസർബൈജാൻ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി സത്യം എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയാ അത് അല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം. പിന്നെ ഞാൻ പറയില്ലേ, ഈ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ഒരു മേ ബി ഒരു 1% ഒക്കെ കാണുള്ളൂ. ഞാൻ അതിലുള്ള കോമഡി സാധനങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ പലർക്കും പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഇച്ചിരി അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് റൂഡാണെന്നൊക്കെ പലരും, അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ വിചാരിക്കും ആള്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്റർവ്യൂവില്, നിങ്ങൾ ആരും കാണാത്തൊരു പൊടീനെ എനിക്കറിയാം. അപ്പൊ ആ പൊടീനെ കുറച്ചാണ് ഞാൻ ആ വീഡിയോസിൽ കാണിച്ചത്. അത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇതേപോലെ ആ പൊടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുള്ളിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മഞ്ഞില് മാക്സിമം അത് എൻജോയ് ചെയ്തായിരുന്നു. എന്നാൽ ഒരു കൊച്ചു കുട്ടിയെ കണക്കായിരുന്നു ആക്ച്വലി പുള്ളിക്ക് ഓടി നടക്കുന്നത്. പിന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പം അതൊരു മാജിക്കൽ വേൾഡ് കണക്ക് എന്ത് ചെയ്തു. ഈവൻ പൊടിയുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ ഒരു കുഞ്ഞ് ആഗ്രഹം എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, ഇനി അടുത്ത ബാലി ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ എന്തായാലും മിക്കവാറും യൂട്യൂബിലും കൂടെ വീഡിയോസ് ഇതും കാണും. ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അമ്മമാരും വീട്ടില് ഉള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫാമിലി എല്ലാവർക്കും വേണ്ടി നമ്മൾ യൂട്യൂബിലും കൂടെ വീഡിയോ ഇടും. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പലരും ചോദിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സത്യം പറയാ പൊടീനെ ഒരു 3 വർഷമായിട്ട് അറിയാം. ഞാൻ അപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പിന്നെ എന്റെ ക്യാരക്ടറിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ കുറച്ച് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അഗ്രസീവ് ആയിരുന്നുള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് റിയാക്ട് ചെയ്യും. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. അപ്പൊ ആ ഒരു കൺട്രോൾ ഉണ്ടെന്നത് നമ്മൾ പ്രായം എന്ന് വെച്ചാൽ 35 വയസ്സുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ആ ഒരു ഇതിന്റെ കുറച്ച് മാറ്റങ്ങൾ അത് ആർജിച്ചായിട്ട് വന്നിട്ടൊരു ഇൻഫ്ലുവൻസ് ആണോ അതോ സ്വയമായിട്ട് ഞാൻ മാറാം, എന്താ അതിനൊരു കാരണം? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിന് പോണതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു 10-32 വയസ്സ് വരെയും ഞാനൊരു ഡോക്ടറായിട്ടും അല്ലാതെ ഒരു ലൈഫ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അധികം ബഹളമൊന്നും ഇല്ലാതെ കാമാൻ കോയിട്ടായിട്ട് ഒരാളാണ്. എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളില്ല, ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന വീട്, അങ്ങനെയുള്ള ലൈഫായിരുന്നു. അപ്പൊ ഇതില് ഈവൻ എന്റെ ഹോസ്പിറ്റലിലുള്ള പലരും ഇതെന്താ ഡോക്ടർ ഇങ്ങനെ ഭയങ്കര അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയില്ല, ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ ഫെയിം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, ഫെയിമിന്റെ എക്സ്ട്രീം ഫെയിം. കാരണം കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ഒരു 2-3 മാസം വരെ ഇതിന്റെ എന്തുണ്ടാവും, ഇതിന്റെ ഹൈപ്പ് ഉണ്ടാവും. അപ്പൊ എനിക്കത് മാക്സിമം ഒരു 1 ഇയർ വരെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുവേണ്ടി പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും ചിലപ്പം ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കണ്ടന്റിന് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാ ആൾക്കാരും കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ അല്ലേ, എക്സാക്ട്ലി അങ്ങനെ ഒരു കാര്യം. അപ്പം ഞാൻ അത്രയും മാത്രം ഒരു എഫേർട്ട് എടുത്ത് കോൺട്രിബ്യൂട്ട് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിൽ എല്ലാം ചെയ്ത് അത്യാവശ്യം കുറച്ച് പേരിൽ അറിയപ്പെടുന്ന ഒരാളായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു, കാരണം ഞാനിപ്പം നിങ്ങളിപ്പോ എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു, ഞാൻ ചോദിച്ചു ഇതിനു മുന്നേ ആരെങ്കിലും ഇന്റർവ്യൂ ഇവിടെ എടുത്തോന്ന് വെച്ചാൽ എന്റെ ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. അതേപോലെ മൈജിയുടെ വീഡിയോ നോക്കിയപ്പോൾ എന്റെ വീഡിയോ, അപ്പം എനിക്ക് കുറച്ച് റീച്ച് ഉണ്ട്, ആൾക്കാർ എന്റെ സംഭവം കാണുമെന്ന് എനിക്കറിയാം, എന്നെ കുറച്ചൊരു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എത്തിയത് അതിന്റെ മെയിൻ ഫാക്ടർ. കാരണം എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് എന്നോട് തന്നെയാണ്. കാരണം എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീണ് കിടക്കുമ്പോഴും, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുമ്പോഴും എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ സപ്പോർട്ടിങ് ഫാക്ടർ ആയിട്ട് പൊടിയും കൂടെ വന്നിട്ടുണ്ട്. കാരണം പലരും പൊടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരും പറയും എന്തിനാണ് ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആളിനെയൊക്കെ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവമാണ്. പൊടിക്ക് നോക്കുമ്പോഴത്തേക്ക് പൊടിക്ക് എന്നെ അറിയാം. ഇപ്പൊ ഈ പുറമേ കാണിക്കുന്ന ആ ഒരു സംഭവം അല്ലാത്ത ഒരു ഡോക്ടർ റോബിൻ ആദേശിനെ പൊടിക്കറിയാം.
ഇപ്പൊ പൊടിക്കിപ്പോ ഞാനില്ലെങ്കിലും 10,000 ചെക്കന്മാരെ കിട്ടും, മനസ്സിലായി, കല്യാണം കഴിക്കാൻ. എന്നിട്ടും ലൈക്ക് എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ there is something good in me, അല്ലേ? ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബിഗ് ബോസ് വരുമ്പോഴും ലാലേട്ടൻ എന്റെ ഫ്രണ്ട് വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ആളല്ല, പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഒരു സാധാരണക്കാരനാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിച്ച് നല്ലവനെ ഉണ്ണിയായിട്ട് ആക്ട് ചെയ്ത് കാണിക്കാം. പക്ഷെ അതിനുപരി ഞാൻ ചെയ്തത് എന്താ, എന്റെ പോസിറ്റീവും എന്റെ നെഗറ്റീവും കാണിച്ച് ഞാൻ ഇതാണ്, ഇത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തത്, മനസ്സിലായില്ല? ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എല്ലാത്തിനും ഒന്ന് മാറി നിന്ന് ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാണ്. കാരണം ഈ ഒരു ലോ പ്രൊഫൈൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പാഷനും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അതെല്ലാം അതിനേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇപ്പൊ പലരും ഇപ്പൊ വിചാരിക്കും ബിഗ് ബോസിൽ വന്ന് എനിക്ക് ഒരു ഫെയിം കിട്ടി, കുറെ പേര് ഇഷ്ടപ്പെടുന്നു. 32ാമത്തെ വയസ്സിലാണ് ഞാൻ വന്നത്, 4ാമത്തെ സീസണിലാണ് വന്നത്. അത്രയും നാൾ വരെ ഞാൻ ഉണ്ടായിരുന്നു, അതിന് മുന്നേ എന്നെ അറിയത്തില്ല. അപ്പൊ അത്രയും നാൾ വരെ എന്റെ പ്രിപ്പറേഷനാണ്. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യും, പിന്നെ ഒറ്റ ഷോട്ടിൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയും ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ പീരീഡിന് എപ്പോഴും സമയമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഭയങ്കര ഒരുപാട് വലിയ ബാക്കപ്പോ കാര്യങ്ങളോ ലൈക്ക് ഫ്രണ്ട്സോ ഒരു എന്നെ പുഷ് ചെയ്ത് അങ്ങ് ഭയങ്കര ഒരു ഇതിലേക്ക് എത്തിക്കാൻ ആരുമില്ല. ഞാൻ തന്നെ എഫേർട്ട് ഇട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക നെഗറ്റിവിറ്റി, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫേക്ക് ആൾക്കാർ, ഇതെല്ലാം റിയലൈസ് ചെയ്ത് ഇതെല്ലാം ഞാൻ മാക്സിമം അനലൈസ് ചെയ്തിട്ട് അവരെല്ലാം കട്ട് ചെയ്യാനും, എന്റെ ഭാഗത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയിൽ ഈ കഴിഞ്ഞ കുറെ നാളിൽ ആൾക്കാർ കണ്ടതിൽ എന്തൊക്കെയാണ്, ഇപ്പൊ ചോദിച്ചില്ലേ കുറച്ച് എന്താണ് ഇത്രയും നമ്മൾ ഇന്റർവ്യൂ ഇപ്പൊ കുറച്ച് മാറ്റം വന്നു. ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് റീച്ചിനും കണ്ടന്റിനും ഫെയിമിനും വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി യൂഷ്വലി മുൻകൂട്ടി പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോണ ഒരാളാണ്. ഞാൻ യൂഷ്വലി പ്രശ്നങ്ങളൊന്നും പോകത്തില്ല, അല്ലെ? എനിക്കൊന്ന് 2023 ഏറ്റവും കൂടുതൽ ട്രോളിൽ നിന്ന ഒരാളാണ് ഞാൻ. 24 ഞാനില്ല, ഒരു ട്രോളിൽ ഞാനില്ലായിരുന്നു. എന്തുകൊണ്ടില്ല? അതിന്റെ റീസൺ അവരെന്നെ കൊണ്ട് വീഡിയോ ചെയ്യാത്തതല്ല, ഞാൻ കൊടുത്തിട്ടില്ല കണ്ടന്റ്, അല്ലേ? അപ്പൊ നമുക്കറിയാം, നമ്മളത് പ്രോപ്പർ പ്ലാനിങ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിനെ ആർക്കും അറിയത്തില്ല. 70 ദിവസം കൊണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. എന്നാലേ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും, മനസ്സിലായില്ലേ? കാരണം നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും വേണം, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും വേണം. എനിക്ക് ഹെൽത്തി ക്രിറ്റിസിസം ഇഷ്ടമാണ്, മനസ്സിലായില്ല? എന്ന് വെച്ചാൽ റോബിന് ഇന്നൊരു കാര്യം നീ ചെയ്തതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലെന്ത് ചെയ്യും, അവരെ ചീത്ത വിളിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, അതിന്റെ കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പറയില്ലേ, എപ്പോഴും എൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇത് മാക്സിമം എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്, ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 35 ഒന്നിനും ഒരു തടസ്സമല്ല, ഇനിയും സമയമുണ്ട്. പലരും എൻ്റെ മൂവി ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി കളവനായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മൂവിക്ക് കളവനാവണമെന്നില്ല, കളവനാവുന്ന വേഷമെങ്കിലും ഞാൻ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ഭയങ്കര ഗെയിംസിൽ എക്സൽ ചെയ്യുന്ന ഒരാളുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ടർഫിൽ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടർഫിൽ വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാ. ഇവരെല്ലാം കാണുന്നതിനുപരി ടർഫൊന്നും എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ആരുടെങ്കിലും കൂടെ ഈ വീഡിയോസ് കാണുമ്പോഴേ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ആഗ്രഹം കൂടി ഈ 35 വയസ്സിൽ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്. വിചാരിച്ചാൽ പറ്റും. ഇപ്പൊ എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ആരുടെങ്കിലും പറഞ്ഞാൽ എത്ര പേര് വരും, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഇഷ്ടം വരും. പക്ഷെ എനിക്ക് അറിഞ്ഞു, ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ അതും ഒരു വലിയൊരു കാര്യമാണ്. ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തോ എന്ന്, ഇത് എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തല്ല, ചെയ്യാൻ സമയം എടുക്കുന്നു. പറ്റാത്തതായിട്ടൊന്നുമില്ല, പറ്റാതായിട്ട് ഉണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് മാർച്ചിൽ പോയിട്ട് വരാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, മനസ്സിലായില്ലേ? മല കയറാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, അതിന്റെ മണ്ടയിൽ ചാടി കയറാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ലിമിറ്റേഷൻസ് അനുസരിച്ചാണ് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ വെക്കുന്നത്. എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വലിയ ആഗ്രഹങ്ങൾ വെക്കത്തില്ല. സിനിമ എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്ടംപോലെ ആളുകൾ സിനിമ അഭിനയിക്കുന്നു, എനിക്ക് കിട്ടൂലേ? അല്ലെ ഞാൻ ചോദിക്കുന്നേ? ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും നമുക്കറിയുന്ന പലരും സിനിമയിൽ ചെയ്യുന്നുണ്ട്, വേഷം ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. 2022 ബിഗ് ബോസിൽ വരുന്നു, ലൈഫ് ഒരു മാറാണ്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല, ആദ്യൊരു കയറ്റം, പിന്നെ ഇറക്കം, വീണ്ടും ഒരു കയറ്റം, വീണ്ടും ഇറക്കം. ഒരുപാട് പേര് അഭിപ്രായം പറയണു, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അഭിപ്രായം പറയണു.
ഇപ്പൊ നമ്മള് മോട്ടിവേഷൻ കൊടുക്കുക, സെൽഫ് മോട്ടിവേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. മനുഷ്യരാണ്, നമുക്ക് ചിലപ്പോൾ അത്യാവശ്യമുള്ള നമുക്ക് ഭയങ്കര ഡൗൺ ആയി പോകും. ആളുകളെ സപ്പോർട്ട് ചെയ്താൽ നമുക്കത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ പൊതുവെ ആൺകുട്ടികൾ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ കരയാറില്ല, അല്ലെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാറില്ല എന്ന് പറയും. അങ്ങനെ ഒരു സ്റ്റേജില് എങ്ങനെയായിരുന്നു ശരിക്കും ഇപ്പൊ ഒരു മോട്ടിവേഷൻ സെൽഫ് കൊടുത്തു പറയും, അതെങ്ങനെയാണ്? ബിഗ് ബോസിന് പോണതിന് മുന്നേ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പൊ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തിച്ചാൽ കൂടി എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്ത് ആ വ്യക്തി എന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചത്, ഇങ്ങനെ അല്ലല്ലോ ഇതല്ലല്ലോ ഞാൻ ചിന്തിച്ചത് എന്നുള്ളത് എനിക്ക് ചിന്ത വരുമായിരുന്നു. എന്നിട്ട് അത് ആ വ്യക്തിയായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം. അപ്പൊ ആ ആളിനെ കൊണ്ട് പറയിപ്പിക്കണം, അയ്യോ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, അതങ്ങനെ ഇപ്പൊ സംസാരിച്ചപ്പോൾ അത് ക്ലിയർ ആയി. ഇത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, മനസ്സിലായി. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു, അതാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ പോകുമ്പോൾ എനിക്കും ഞാനാണ് ആദ്യത്തെ ഡോക്ടർ പോണത്. ഡോക്ടേഴ്സ് യൂഷ്വലി റെപ്യൂട്ടേഷൻ, ഇമേജ് കോൺഷ്യസ് ആയിരിക്കും, റെപ്യൂട്ടേഷൻ കളഞ്ഞ ഒരു കാര്യം ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ആ ഷോയിലേക്ക് പോകുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇമേജ് കോൺഷ്യസ് ആവാൻ പാടില്ല എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ ആ ക്യാരക്ടർ കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വിഷമിച്ച് തകർന്നു പോകും. കാരണം അത്രയും നമുക്ക് സ്ട്രെസ് ഉണ്ട് അതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ? സോ ആ ഒരു ടൈമില് ഞാൻ മാക്സിമം എന്ത് ചെയ്തു, മനസ്സിലാക്കാൻ ശ്രമിച്ചു എൻ്റെ ഉള്ളിൽ. കാരണം ഇനി നീ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്, ഇനി ഈ ജീവിതത്തിലേക്ക് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വരാൻ പറ്റുമോ, തിരിഞ്ഞൊരു നോട്ടമില്ല. അപ്പൊ ഇനി വരാൻ പോണ ലൈഫിലേക്ക് നീ പോകണമെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ നിന്റെ മനസ്സിൽ എന്ത് ചെയ്യുക, പ്രതിജ്ഞ എടുക്കുക. ഒരുപാട് പേര് നിന്നെ ആക്രമിക്കാൻ കാണും, ലോകം മൊത്തം നിനക്ക് എഗൻസ്റ്റ് നിൽക്കും. ആ സമയത്ത് നിനക്ക് നീ ചെയ്യുന്നതിൽ ശരിയോ തെറ്റോ നിന്നെ മാത്രം നീ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, സെൽഫായിട്ട് എടുത്തത്. എന്നെ ഇഷ്ടംപോലെ പേര് ട്രോൾ ചെയ്യാലും ഇല്ലെങ്കിലും ഞാനപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നോ, പോസിറ്റീവ് വശം. അയാളുടെ ജീവിതത്തിൽ അയാളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി അയാൾ സ്പെൻഡ് ചെയ്യുന്നു, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അയാൾ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതില് അയാൾ എനിക്ക് വേണ്ടി കുറച്ച് സമയം എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്, അല്ലേ? പണ്ട് ഞാൻ ആക്ച്വലി ബിഗ് ബോസ് പോണതിന് മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പേജിൽ എൻ്റെ ഒരു വീഡിയോ ഇടാനൊക്കെ ഒറ്റൊരു പേജ് ചോദിച്ചപ്പം ഇത്ര രൂപയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യുമ്പേ ഇത്രയും രൂപയോ, ഇപ്പൊ അത് വേണ്ട, ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ട്, 1,00,000 വീഡിയോസ് അടുപ്പിച്ച് എൻ്റെ ഹാഷ്ടാഗിൽ എന്തുണ്ട്, കുഴപ്പമുണ്ട്. പിന്നെ അവരത് ചെയ്താലും ട്രോൾസും കാര്യങ്ങളൊന്നും കണ്ട ഇപ്പൊ എനിക്കൊന്നും തോന്നാറില്ല. എന്തോ എനിക്കറിയത്തില്ല. കാരണം എനിക്കൊന്ന് നമ്മുടെ മനസ്സങ്ങ് ഭയങ്കര ബേസിക്കലി ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ മരണവും കാര്യങ്ങളും വയ്യായികയെല്ലാം കണ്ടേ ഓൾറെഡി നമ്മുടെ മനസ്സെന്ത് ചെയ്യും, കുറച്ചൊരു മരവിച്ചിരിക്കും. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും സംഭവിച്ചു, ഓക്കെ ശരി. ഈ പറഞ്ഞ വ്യക്തികൾ ആരെങ്കിലും എന്നോട് നേരിട്ട് കണ്ടു കഴിഞ്ഞാലോ ഇവരാർക്കും ഒരു പ്രശ്നം. ഇപ്പൊ തന്നെ പല ആൾക്കാരും, ഇവിടെ ഉള്ള പ്രശ്നമുള്ള പല ആൾക്കാരും എൻ്റെ കൂടെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇവരൊക്കെ സംസാരിക്കുമെന്ന് പോലും എന്ത് ചെയ്തിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അവരൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പലരെയും കാണുന്ന പോലും. അപ്പം ലൈക്ക് ദി തിങ് ഈസ് ലൈക്ക് ഇവരൊക്കെ എന്നെ ചിന്തിക്കുന്നത് ആ സോഷ്യൽ മീഡിയ കണ്ട ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള, റൂഡ് ആയിട്ടുള്ള എന്നെയാണ് കാണുന്നത്. അപ്പം അതല്ലാത്ത ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഉണ്ട് റിയൽ ലൈഫ് അല്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലോ ഈ പറഞ്ഞ എന്തിലും എല്ലാത്തിലും റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മീഡിയയിൽ കാണാൻ പറ്റൂല, അല്ലെ? ഇപ്പം ചിക്കു ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ചിക്കു റിയൽ ലൈഫിൽ ഇങ്ങനെ അല്ലല്ലോ, അല്ലേ? റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോഴും കാര്യം നമുക്ക് കാണാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഞാൻ പറയല്ലേ, ഞാൻ മാക്സിമം ചാറ പറ ഇവർ ഈ ഇതിൽ തന്നെ എത്ര ഈ ഇരിക്കുന്നതിൽ ഈ വന്നതിൽ മെജോറിറ്റി ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ഒരു 95% ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ആ 5% ആൾക്കാര് ഞാൻ അറിയാതെ പറഞ്ഞ ആൾക്കാരാണ്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇല്ല, ഐ വാസ് ലൈക്ക് ഓക്കെ എന്നെ പറ്റി സംസാരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചോളൂ. സംസാരിക്കണമല്ലോ, അതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് ഞാൻ പറയാം, ലോ പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, എന്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. ഫാമിലി ലൈഫ് മാത്രമല്ല, എന്റെ കാര്യത്തിന് ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പി നൗ, കംപ്ലീറ്റ്ലി ഹാപ്പി. കാരണം ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാ. എനിക്കിപ്പോ ഒരു 50% മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആ ബാക്കിയുള്ള 50% എന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ 50% എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, മനസ്സിലായില്ലേ? സോ ഐ എം ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. സോ ആരതിപ്പൊടി ആസ് എ വൈഫ് എന്ന് പറയുന്ന എന്താ പറയുക, എനിക്കൊരു കൊച്ചുകുട്ടി, എനിക്ക് അവളെ കൊച്ചുകുട്ടിയാടാ ഫീൽ ചെയ്യുന്നത്, മനസ്സിലായില്ല? നിങ്ങളൊക്കെ കാണുന്നതൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇനി ചില കാര്യങ്ങൾ ഇതെന്തെങ്കിലും കാണുമല്ലോ,
ആള് ഭയങ്കര പാവ, ഭയങ്കര സിമ്പിളാ. പിന്നെ കുറെ പേരൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആള് ഭയങ്കര പാവ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ഇതായിരുന്നു ആര്യപ്പെടിന്ന് എന്ത് ചെയ്യും ചിന്തിക്കും. സോ ഐ എം ഹാപ്പി. ഐ എം ഹാപ്പി. Yes, ഇതിൽ കൂടുതൽ അതാണ് എന്താണ് വേണ്ടത്. വേണ്ടത്? ഐ എം ഹാപ്പി. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒറ്റ വക്കില് കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്. എപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ ബ്ലെസ്ലി, ദിൽഷ, നിങ്ങൾ ഒരു ടീം ആയിരുന്നല്ലോ അവിടെ. തിരിച്ചു വന്ന സമയത്ത് എപ്പോഴും അവരോടും ചോദിക്കാറുണ്ട് ഡോക്ടർ റോബിനെ കുറിച്ച്, ബ്ലെസ്സിനെ കുറിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്റർവ്യൂസ് ആകുമ്പോൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ തന്നെ. അപ്പൊ കല്യാണ വിശേഷങ്ങളെ കുറിച്ച് ദിൽഷ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടു. എല്ലാവിധ ആശംസകൾ എന്ന് പറഞ്ഞാൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. എപ്പോഴും ആളുകൾക്ക് നിങ്ങൾ ഇപ്പോഴും മിണ്ടാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിനുശേഷം മിണ്ടാറില്ലേ, പിന്നെ ഒരു സൗഹൃദത്തിന് നിങ്ങളൊരു സ്കോപ്പ് ഇല്ലേ എന്ന് പല ചോദ്യങ്ങളും ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. അല്ല, എനിക്ക് ആക്ച്വലി ദിൽഷയായിട്ട് കോണ്ടാക്ട് ഇല്ല. ബ്ലെസ്ലീനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. ഇന്ന് കണ്ടു, സംസാരിച്ചു. ലൈക്ക് നമ്മൾ വേറെ ഒന്നുമില്ല, കണ്ടു, സംസാരിച്ചു. ഇതില് അവിടെ ഗ്രജോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്നു. ലൈഫില് ഈ ഒരു ബിഗ് ബോസിന് ശേഷം ലൈഫിൽ പഠിച്ച ഒറ്റ കാര്യം ഞാൻ മുന്നേ വിചാരിച്ചിരുന്ന നമ്മളെ പിന്നിൽ നിന്ന് കുത്താനും നമ്മളെ പിടിച്ച് താഴെ ഇടാനും കുറച്ച് പേരുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് നമ്മളെ പിടിച്ച് താഴെ ഇടാനും നമ്മളെ കുത്താനും നമ്മളെ ചവിട്ടി താഴ്ത്താനും ഒരുപാട് പേരുണ്ടാവും. സോ മുന്നേ നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തു, മുന്നേ ഇട്ടിരുന്ന എഫേർട്ടിന്റെ ഒരു 100 മടങ്ങ് നമ്മൾ ഇപ്പൊ ഇട്ടാലേ നമുക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക്, എസ്പെഷ്യലി എനിക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ആളുകള് ഡോക്ടർ റോബിൻ സംസാരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരുപാട് ആൾക്ക് ആഗ്രഹമുണ്ട് ഇനിയും ആക്റ്റീവ് ആവണം, വീഡിയോസ് ചെയ്യാതെ ഇരിക്കരുത്. കാരണം അതിന് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ജെനുവൻലി സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് ആ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. പഴയ എനർജിയോടെ വരിക. ഇപ്പൊ സമാധാനം കളയണ്ട, 50%, 100% സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു. ഇത് എനിക്ക് തോന്നുന്നു സ്പോൺസർ ചെയ്ത സൈന്യം മൈജിയാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് പറയണമല്ലോ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.